കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങി. ഏകദേശം 150-ൽ പരം ക്ലാസ്സുകളാണ് നമ്മൾ എഗസ്കേൽ പ്രവചനത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കിയ ക്ലാസ്സുകൾ. ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ ഈ പുസ്തകം അവസാനിക്കുകയാണ്. ദൈവം നമുക്ക് ഒരുമിച്ച് 1-ാമത്തെ അധ്യായം മുതൽ ഇതുവരെ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാ വിധത്തിലും സപ്പോർട്ട് തന്ന പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 47-ാം അധ്യായം ഒരു ജീവജല നദിയുടെ ഉത്ഭവത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ജീവജലത്തിൻ്റെ നദി ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്ന് ഒഴുകുന്നതായിട്ടാണ് കാണുന്നത്. അതിന് മുമ്പുള്ള അധ്യായങ്ങളിൽ എഗസ്കേൽ ഈ കവാടത്തിലൂടെയൊക്കെ വന്നായിരുന്നു, ഇതിനകത്തോട് പോയിട്ടുണ്ട്. അന്നേരം ഒന്നും ആലയത്തിൽ നിന്നും വെള്ളം പുറപ്പെടുന്നതായി കണ്ടില്ല. താൻ പോയിട്ട് മടക്കി തന്നെ വരുമ്പോഴാണ് ആലയത്തിൽ ഉമ്മരപ്പടി കീഴിൽ നിന്നും വെള്ളം പുറപ്പെടുന്നതായി കണ്ടത്. പ്രധാനമായും യെരുശലേമിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദി, അത് ചരിത്രത്തിൽ വലിയ സ്ഥാനം അതിനുണ്ടായിരിക്കും. മറ്റരുവികളോ നദികളോ ഒന്നും ഇതിനോട് ജോയിൻ ചെയ്യുന്നില്ല. ഇത് ആലയത്തിൻ്റെ അകത്തു നിന്നും ഉമ്മരപ്പടി കീഴിൽ നിന്നും പുറപ്പെടുന്ന ഒരു നദിയാണ്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു, ഉൽപ്പത്തി പുസ്തകത്തിലും ഇതിൽ നിന്ന് ഇതുപോലെ ഏതിൽ നിന്ന് നദി പുറപ്പെട്ടിരുന്നു. അത് 4 ശാഖകളായി പോയിക്കൊണ്ടിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു നദി പുറപ്പെടുന്നു. അത് ആലയത്തിൻ്റെ അകത്തു നിന്ന് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നാണ് ആ നദി പുറപ്പെടുന്നത്. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ചരടുണ്ട്. എഗസ്കേലിനെ അദ്ദേഹം വെള്ളത്തിലൂടെ നടത്തി. ആദ്യം 1000 മുഴം അളന്നു. അപ്പോൾ നരിയാളോളമായി, അതായത് നമ്മുടെ കണക്കാൽ അവിടെ വരെ ഉണ്ട് വെള്ളം. പിന്നെയും അവിടുന്ന് 1000 മുഴം താൻ അളന്നപ്പോൾ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടിൽമേലായി വെള്ളം. വീണ്ടും 1000 മുഴം അളന്നപ്പോൾ അരയോളമായി. പിന്നെ അവിടെ നിന്ന് അടുത്ത 1000 അളന്നപ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് വെള്ളത്തിൻ്റെ ആഴം കൂടി. അപ്പോൾ ഓരോ പോയിന്റ് കഴിയും തോറും നദിയുടെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒഴുകി വരുന്ന വെള്ളം ആലയത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്, അല്ലാതെ വേറെ എവിടുന്നെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് നദികൾ വന്ന് ചേരുകയൊന്നുമില്ല. ഈ നദി പോയി ജോർദാനിൽ ചേരുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള ഭാഗത്തൊന്നും മറ്റേതെങ്കിലും നദി ഇതിനകത്ത് ചേരുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ എഗസ്കേൽ നീന്തിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തൊരു അനുഭവത്തിലെത്തിയപ്പോൾ വീണ്ടും അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയ ദൂതൻ വീണ്ടും കരയിലേക്ക് കൊണ്ടുവന്നു. കരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ താൻ കണ്ട ചില കാഴ്ചകളാണ് 4-ാമത്തെ 5, 6 തുടങ്ങിയ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആലയത്തിന് ഉമ്മരപ്പടിയിൽ നിന്ന് ആരംഭിച്ച, അത് കീഴിൽ നിന്നും ആരംഭിച്ച വെള്ളം ആരംഭത്തിൽ കണങ്കാലിൻ്റെ അത്രയേ ഉള്ളൂ, നിരപ്പേ ഉള്ളൂ. അത് ആഴത്തിൽ, അത് കുറെ മുമ്പോട്ട് പോകുന്തോറും ആഴങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പോയിന്റ് കഴിയും തോറും അതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിതായിരുന്നു, ഇത് എഗസ്കേലിനുണ്ടായ, നേരിട്ടുണ്ടായ യഥാർത്ഥമാകുന്നൊരു അനുഭവമാണിത്. അതുകൊണ്ട് വെള്ളം അവിടുന്ന് പുറപ്പെടുന്നു. 1000 മുഴ അളക്കുമ്പോഴേക്കും, അത് 1.5 മൈൽ കിലോമീറ്റർ അളക്കുമ്പോഴേക്കും അതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാം എപ്പോഴും സാധാരണ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉരുവിടുന്ന ഒരു പദപ്രയോഗം ഇതിനകത്തുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, നരിയാണോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടക്കാൻ കഴിയാത്ത ഒരനുഭവം. മലയാളക്കരയിൽ അതിനെ ബേസ് ചെയ്ത് പാട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ചെറിയ ഒരു അനുഭവം കൊണ്ട് ഒതുങ്ങി തീരേണ്ടതല്ല എന്നാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. പലരും അതിനെ പല നിലയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആലയത്തിൽ നിന്ന് ആരംഭിച്ച ചെറിയ ഉറവ അത് പോകുന്തോറും ആഴം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ആരംഭിക്കുന്ന ക്രിസ്തീയ അനുഭവങ്ങൾ, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ സംതൃപ്തി എന്നൊക്കെ പറയുന്നത് വെറും ഒരു തട്ടിമുട്ടിയുള്ളൊരു ജീവിതമല്ല. അതാണ് ഈ കണങ്കാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാലിൻ്റെ പൊത്ത വരെ നനയാന്നൊക്കെ പറയും, അതിൻ്റെ മുകൾ വശം മാത്രം നനയും. അപ്പം ആ നിലയിലൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഇവിടെ കൊണ്ടല്ല തീരുന്നത്. ഇനി കുറെ കൂടെ മുൻപോട്ട് പോകുമ്പോൾ ആ സന്തോഷത്തിൻ്റെ, ആത്മീയ അനുഭവത്തിൻ്റെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ കുറെ കൂടെ പോകുമ്പോൾ അത് അവിടെ കൂടെ തീരുന്നില്ല, അതിൻ്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വരുമ്പോൾ നീന്തിയിട്ടല്ലാതെ കിടക്കുവാൻ കഴിയാത്ത നിലയിലുള്ളതായ ഒരു വലിയ അനുഭവത്തിലേക്ക് അത് നീങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം, ദൈവസാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ ബന്ധം മുൻപോട്ട് പോകുന്തോറും അതിൻ്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ, കർത്താവിനെ കണ്ടുമുട്ടാൻ പലതരത്തിലുള്ളതായ സാഹചര്യങ്ങളോടാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. നമ്മളങ്ങനെ കണ്ടുമുട്ടുന്നു, നമ്മൾ അവിടെ കൊണ്ട് സംതൃപ്തരായിത്തീരുകയാണ്. എന്നാൽ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങൾ വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? കർത്താവിനോട് അടുക്കുന്തോറും കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കർത്താവിനോട് അടുക്കുന്തോറും ആ ബന്ധം ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ദൈവിക സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ അതിൻ്റെ ആഴം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, തിരുവെഴുത്ത് പറയുന്ന പോലെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ പൊങ്ങുമെന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നവരായി ദൈവത്തോട് കുറെ കൂടെ അടുത്ത് മുൻപോട്ട് പോകുന്തോറും നമ്മുടെ ആത്മീയ സന്തോഷം
അതിൻ്റെ ആഴം, ദൈവമായുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റോമാലേഖനത്തിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർക്ക് വേർപിരിക്കുവാൻ കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർക്ക് വേർപിരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ആ ഒരു ബന്ധത്തിൽ മുൻപോട്ട് പോകുന്തോറും നമുക്കറിയാം, പൗലോസിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ പൗലോസ് ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു, സ്നേഹം വർദ്ധിച്ചു, അതൊരു ആഴങ്ങളിലേക്ക് നീങ്ങി. നമുക്കറിയാം, പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ആ ആഴം വർദ്ധിക്കും തോറും ബന്ധം ആഴത്തിലായിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ കൊണ്ട് പൂട്ടിയിട്ടിട്ടും നാളെ ജീവൻ അപകടത്തിലാകുമെന്ന് പൂർണ്ണമായും ഉറച്ചാലും ശരി, ആ ബന്ധത്തിൻ്റെ ആഴം അത് കുറഞ്ഞില്ല, അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് നാളെ എന്തു സംഭവിക്കും എന്നുള്ള ചിന്തയിലേക്കല്ല തൻ്റെ മനസ്സ് പോയത്. പകൽ മൊത്തം ഈ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടു, അതിൻ്റെ ക്ഷീണമല്ല തന്നെ അലട്ടിയത്. അതിനൊക്കെ അപ്പുറത്തായി തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അത് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അളവിലേക്ക് അത് നീങ്ങുകയുണ്ടായി. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ ഇട്ടപ്പോഴും താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാടുവാൻ തുടങ്ങി, ആരാധിക്കുവാൻ തുടങ്ങി. അപ്പം അതൊക്കെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്നെക്കൊക്കെ ദൈവമക്കൾ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, ഇല്ല അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് ചിന്തിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതം തീർന്നു. ഇവിടെ വരെയാണ് നമ്മുടെ ലെവൽ, നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ലെവൽ ഇതിവിടെ വരെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് കണങ്കാൽ വരെ വരുന്നത് രക്ഷിക്കപ്പെടുന്നു, മുട്ടോളം നീങ്ങുന്നത് സ്നാനപ്പെടുന്നു, അടുത്തത് അരയോളം വരുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്നിങ്ങനെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അതല്ല ഇവിടുത്തെ അർത്ഥം. നാം ഒരിക്കലും രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ടോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരായി തീരാൻ പാടില്ല. നമ്മൾ ആത്മീയ വിഷയത്തിൽ നാം പിന്നെയും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അത് ആഴങ്ങളിലേക്ക് പോകണം. ആഴങ്ങളിലേക്ക് പോകുന്തോറും അതിൻ്റെ ബന്ധം വർദ്ധിക്കും. അത് വളരെ ഒരു ഉറയ്ക്കുന്ന അനുഭവത്തിലായിരിക്കും. പല ആളുകളും ജീവിതത്തിൽ നിൽക്കക്കണ്ണിയില്ല വരുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ആഴത്തിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ്, ആഴത്തിൽ വേരോടാത്തത് കൊണ്ടാണ്.
അവിടെ ഒരു ഭക്തൻ ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ അവൻ ആഴത്തിലെ അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതല്ലാതെ തൃപ്തിപ്പെട്ടു പോകുന്ന അനുഭവമല്ല. ആത്മീയമായി എനിക്ക് കുറെ കൂടെ നരിയാണോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, ഇനി കുറെ കൂടെ അകത്തേക്ക് പോകണം എന്നുള്ളതായ വലിയൊരു ദാഹം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യെഹെസ്കേലിനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ആ ദൂതനാൽ നയിക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ മുൻപോട്ടുള്ള ഭാഗം നമുക്ക് വായിക്കാം. അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ വാക്യം വായിച്ച് 6 മുതൽ അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടക്കി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിൻ്റെ കരയിൽ ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപടനായിക്ക് വിട്ടേക്കും. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഓക്കെ, വളരെ അതിപ്രധാനമാകുന്ന ഭാഗങ്ങളാണ് വായിച്ചത്. ഈ 6-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുന്നത് ഇത്രയും നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ വരെ യെഹെസ്കേൽ ചെന്നു. അതൊക്കെ ഒന്ന് കാണിച്ചു. തിരിച്ച് ആ ദൂതൻ യെഹെസ്കേലിനെ വീണ്ടും കരയിലേക്ക് കൊണ്ടുവന്നു. കരയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് മറ്റു ചില അനുഭവങ്ങൾ ഈ നദിയോടുള്ള ബന്ധത്തിൽ യെഹെസ്കേൽ കാണുന്നത്. നോക്കണം, ആ നദിയിലെ അനുഭവത്തിൻ്റെ അകത്തങ്ങ് നിൽക്കാതെ ദൂതൻ ഇതിലും മേത്തരമാകുന്ന മറ്റൊരു അനുഭവത്തിലേക്ക് യെഹെസ്കേലിനെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കാണുന്നത് നദിയുടെ ഇരു കരകളിലും നിരവധി മരങ്ങളുണ്ട്. നദിയിൽ കയറിയപ്പോൾ യെഹെസ്കേൽ ഇരുവശത്തുള്ള ധാരാളം മരങ്ങൾ കണ്ടു. ഇനി മറ്റൊന്ന്, ഇത് ഒഴുകി ചെന്ന് ചേരുന്നത് യോർദാൻ നദിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. യോർദാൻ നദി വഴി അത് ഒഴുകി കടലിലേക്ക് ചെന്ന് ചേരുന്നു. നമ്മളെ യെരുശലേമിൻ്റെ അഥവാ പാലസ്തീൻ്റെ ഭൂപടം പഠിക്കുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ഗലീലക്കടൽ, അവിടുന്ന് യോർദാൻ നദി ഒഴുകി ചെന്ന് പതിക്കുന്നത് ഒരു കടലിലോട്ടാണ്. ആ കടലാണ് നമ്മളൊക്കെ ചാവ് കടലെന്നും ഉപ്പ് കടൽ എന്നൊക്കെ വിളിക്കുന്ന കടൽ. അത് അവിടെ ചെന്ന് വീഴും.
അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യോർദാൻ നദി മഴക്കാലത്തും വേനൽക്കാലത്തും കര കവിഞ്ഞൊഴുകുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം ഈ ഉപ്പുകടലിൽ പോയി വീഴുന്നുണ്ട്. എന്നാൽ ഉപ്പുകടലിലെ വെള്ളത്തിൻ്റെ ലെവൽ അതൊരിക്കലും ഉയരത്തില്ല, ആ സെയിം ലെവലിൽ നിൽക്കുക. ഈ വെള്ളം ഇറങ്ങിച്ചെല്ലുന്ന വെള്ളം എങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രലോകം ഒക്കെ നോക്കിയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഡെയിലി ഇത്രയും പോയി ഗാലൻ വെള്ളം വീഴുന്നത് എങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവൽ കൂടുന്നുമില്ല. അതൊരു മൊത്തം ധാതു ലവണങ്ങൾ കൊണ്ട്, മിനറൽസ് കൊണ്ട് നിറഞ്ഞതാണത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിനകത്ത് മത്സ്യങ്ങൾ വളരത്തില്ല, അത്രമാത്രം അതിനകത്ത് സൾഫറും മറ്റുമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റൊന്ന് ഞാൻ കേട്ടത്, അതിനകത്ത് ആര് വീണാലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയല്ലാതെ താഴോട്ട് താഴത്തില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പുസ്തകങ്ങളുടെ വായിച്ചു കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം പഠിച്ചു വരുമ്പോൾ ഈ നദി ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന നദി അത് ഒഴുകി യോർദാനിൽ ചെല്ലുന്നു, അതുവഴി കടലിലേക്ക് ചെല്ലുന്നു. നമുക്ക് കടലിലെ കാര്യം ഞാൻ പിന്നെ പറയാം. അതിന് മുമ്പുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. ഈ അവിടെ വായിക്കുന്നുണ്ട്, ഇരു കരകളിലും നോക്കുമ്പോൾ ധാരാളം വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, ആ വായിച്ച് അവസാനിപ്പിച്ച ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും, അവയുടെ ഫലം തിന്മാനും ഇല ചികിത്സയ്ക്കും നല്ലതായിരിക്കും. വീട് അതിന് മുമ്പ് 7-ാമത്തെ വാക്യത്തിൽ മുമ്പ് താഴോട്ട് വരുമ്പോൾ അതിലെ വെള്ളം ആ കടലിലേക്ക് വീഴുന്നു. അങ്ങനെ അതിന് 9-ാമത്തെ വാക്യം, ഈ നദി ചേർന്നൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നദി യോർദാൻ വഴി ചെന്ന് ചാടുന്നത് ചാവുകടലിലേക്കാണ്. ഞാൻ പറഞ്ഞു, ചാവുകടൽ അതിനകത്ത് ഉപ്പുകാരം അധികമാണ്. അതുകൊണ്ട് അതിനകത്ത് ജീവജാലങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഈ നദി ചെന്ന് വീഴുന്നത് ഈ ചാവുകടലിലേക്കാകയാൽ അവിടെ നോക്കിയാൽ അതിലെ വെള്ളം ശുദ്ധമായി തീരുന്നു എന്നാ വായിച്ച്. ചാവുകൾ നമുക്കറിയാം, അതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ സോദോം ഗോമോറയാണ്. പണ്ടത്തെ സോദോം ഗോമോറ ദൈവം തീയിട്ട് നശിപ്പിച്ച ആ സ്ഥലമാണ് ചാവുകടൽ എന്നറിയപ്പെടുന്നതാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിലെ വെള്ളം അങ്ങനെ ആയിത്തീർന്നതെന്നും പഠിപ്പിക്കുന്നു. ഇപ്പം ഇവിടെ പറയുന്നത്, എഗസ്കേൽ കണ്ട ദർശനപ്രകാരം അതിലെ വെള്ളം പഥ്യമായി തീരും, അത് ശുദ്ധജലമായി തീരുമെന്ന് ഇവിടെ വായിക്കുന്നു. എന്നിട്ടിപ്പോൾ മത്സ്യങ്ങൾക്ക് ഒരിക്കലും അത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആ ചാവുകടലിലുള്ളത്. മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല, ജീവജാലങ്ങൾക്ക് അതിനകത്ത് ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. ഇവിടെ പറയുന്നത് ധാരാളം മത്സ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും. കാരണം മീൻ പിടിക്കുന്ന ആളുകൾ കടലിനകത്ത് വല വീശും, എന്നിട്ട് പിടിച്ചതിന് ശേഷം അവർ മറ്റേ ഭാഗത്ത് കൊണ്ടുപോയി വല വിരിച്ച് അത് ഉണക്കും എന്ന് പറയുമ്പോൾ ഈ കടലിൽ മീനുണ്ടെന്നർത്ഥം. മീൻ ആ വെള്ളം പഥ്യമായി തീർന്നു, അതിനകത്ത് ജീവജാലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. രണ്ടാമത് ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും
ചലിക്കുന്ന പ്രാണികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രാണികൾക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കാത്ത, മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഉപ്പുകടലിലേക്ക് ഈ ആലയത്തിലെ വെള്ളം ചെന്ന് ഇറങ്ങിയപ്പോൾ ആ ഉപ്പുകടലിലെ വെള്ളം ശുദ്ധമായി തീരുന്നു. അതിനകത്ത് മത്സ്യങ്ങൾ വളരാൻ തുടങ്ങുന്നു. മീൻപിടുത്തക്കാർ അതിൽ നിന്ന് മീൻ പിടിച്ചിട്ട് അതിന് വല അപ്പുറത്ത് കൊണ്ടുപോയി ഉണക്കുന്നു. നോക്കണം, വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. പ്രകൃതിക്ക് തന്നെ മാറ്റം. ആർക്കും വേണ്ട ഉപയോഗശൂന്യമായ വെള്ളത്തിന് മാറ്റം, ഉപയോഗശൂന്യമായ ചാവുകടലിന് മാറ്റം. നോക്കി എന്തെല്ലാം മാറ്റമാ സംഭവിച്ചെന്നറിയാമോ? ഒന്നുമില്ല. ആലയത്തിൽ പുറപ്പെട്ട നദി അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ പ്രതിഫലങ്ങളാണ് നാം ഈ വായിച്ചത് മുഴുവൻ. ആലയത്തിൻ്റെ അകത്തുനിന്ന് പുറപ്പെട്ട വെള്ളത്തിൻ്റെ പവർ അത് ചെന്ന് ചേരുന്നിടത്തൊക്കെയും പ്രാണികളെ കൊല്ലുകയല്ല, ജീവിപ്പിക്കുന്നതാണ്. ചെല്ലുന്നിടത്തൊക്കെയും വെള്ളം അശുദ്ധമാക്കുകയല്ല, വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു. അത് മറ്റുള്ള മത്സ്യങ്ങൾക്ക് ജീവിക്കത്തക്ക നിലയിലേക്ക് അത് മാറ്റുന്നു. നോക്കണം, വലിയൊരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ എടുത്തു പറയുന്നു, അത് ആ വിശുദ്ധ ആലയത്തിൽ പുറപ്പെടുന്ന വെള്ളമാകിയാൽ അത് വിശുദ്ധ ജലമാണ്. ആ വിശുദ്ധ ജലം ചെല്ലുന്നിടത്തൊക്കെ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ പിടിക്കുന്ന ആളുകൾ കടലിന് തീരത്ത് വല വിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള മീനുകളെയും അവിടെ പിടിക്കുന്നു. ഒരു തരത്തിലുള്ള ബിസിനസ്സുകാരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, വരാനിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ, 1000 ആണ്ട് വാഴ്ചയിൽ ഇത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പുറപ്പെടുന്നതിൻ്റെ ഒരു പവർ. മറ്റൊന്നുകൂടെ അവർ പറയുന്നത്, സുവിശേഷത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതീകമായിട്ട് അവർ പറയുന്നുണ്ട്. എന്തായാലും ശരി, ആലയത്തിൽ പുറപ്പെടുന്നതാകയാൽ അതിൻ്റെ പവർ മറ്റൊന്ന്. സാധാരണ വെള്ളത്തെ പോലെയല്ല. അത് ചെല്ലുന്നിടത്തൊക്കെ ചലിപ്പിക്കും. അങ്ങനെയെങ്കിൽ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് പുറപ്പെടുന്ന വെള്ളത്തിന് ഈ നിലയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ, ഈ ആലയം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താണ്. അപ്പം അവിടെ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദി ഒഴുകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ നദി ഒഴുകണം. നദി ഒഴുകുമ്പോൾ ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ജീവികൾ ചലിക്കാൻ തുടങ്ങും. അശുദ്ധമായത് ശുദ്ധീകരിക്കപ്പെടുവാൻ തുടങ്ങും. ഇത് അനേകരുടെ ജീവിതത്തിന് പ്രയോജനമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കതിനെ ആ നിലയിലും അവനെ കാണാൻ കഴിയും. മറ്റൊന്ന്, കർത്താവിൻ്റെ സുവിശേഷം അത് ചെല്ലുന്നിടത്തൊക്കെ ചിലത് ചലിക്കും, ജീവികൾ ചലിക്കും, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആർക്കും വേണ്ടാതെ കിടക്കുന്ന, ഉപയോഗമില്ലാത്ത
വെള്ളങ്ങൾ, കടലുകൾ മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, ഈ കാലഘട്ടത്തോടനുബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഈ നദി നമ്മളിൽ നിന്ന് പുറപ്പെടട്ടെ. ദൈവത്തിലൂടെ ആഴത്തുള്ള ബഹുമാനവും ആഴത്തുള്ള ബന്ധവും ആഴത്തുള്ള സ്നേഹവും ആ നിലയിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളിൽ നിന്നും ഈ നദി പുറപ്പെടും. അങ്ങനെ ഈ നദി പുറപ്പെടുമ്പോൾ ദൈവജനത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയുടെ വെള്ളം അത് പല ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇത് ചില ഭവനങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. നശിച്ചു കിടക്കുന്ന ചില ഭവനങ്ങൾ ഉദ്ധരിക്കപ്പെടും. ശപിക്കപ്പെട്ട ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ശപിക്കപ്പെട്ട ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇരുണ്ട് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ വെളിച്ചമുള്ളതായി തീരും. ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിൽ ഈ നദി ഒഴുകിച്ചെന്നു. അവിടുത്തെ അന്തരീക്ഷങ്ങൾ മാറ്റി, ഇരുട്ടിന്റെ അവസ്ഥകൾ മാറി, ജനം വെളിച്ചമുള്ളവരായി തീർന്നു. മനുഷ്യനെ തിന്നു ജീവിച്ചിരുന്ന പ്രാകൃതന്മാരായിരുന്നവർ ഈ ജലത്തിന് ഈ നദി ഒഴുകിച്ചെന്നതുകൊണ്ട് അവിടെയുള്ള അവിടെയുള്ള ജനത്തിനെ മനുഷ്യ തിന്നുവാനല്ല, മനുഷ്യ സ്നേഹിക്കുവാൻ ഒരുക്കിയെടുത്തു. അങ്ങനെയെങ്കിൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികളുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയിലാണ്. മറ്റൊരു വാർത്ത വായിക്കുന്നു, നദി ഒഴുകുന്നിടത്തൊക്കെ ജീവനുണ്ടാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നദിയുടെ ഇരു കരകളിലും മരങ്ങൾ ഉണ്ടാകുന്നു. ഈ മരങ്ങളിൽ എല്ലാത്തരം ഫലങ്ങളും പുറപ്പെടുന്നു. അവയുടെ ഇലകൾ വാടുകയില്ല. മാസം തോറും പുതിയ ഫലങ്ങൾ ഉണ്ടാകും. അതിലെ ഫലങ്ങൾ ഭക്ഷണത്തിന് മനുഷ്യൻ ഉപയോഗിക്കപ്പെടുന്നു. അതിലെ ഇലകൾ ജനങ്ങൾക്ക് സൗഖ്യം നൽകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ മാറ്റുക മാത്രമല്ല, പ്രകൃതിയെ വരെ മാറ്റിമറിക്കുന്നു, സമൂഹത്തിനെ മാറ്റിമറിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ നദിക്ക് കഴിയുമെന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ വായിക്കുന്നത് ചാവുകടലിന് സമീപത്തുള്ള ചില പ്രദേശങ്ങളുണ്ട്. അപ്പൊ ചാവുകടലിന്റെ സ്വഭാവം അതായിരുന്നു, നശിപ്പിക്കുന്ന, ആരെ ജീവിപ്പിക്കാൻ അനുവദിക്കാത്ത, സൾഫർ കൊണ്ട് നിറയപ്പെട്ട അതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങിച്ചെന്നിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നു. ഇത്രയും നാളും യോർദാനിലെ വെള്ളം ഇത്രയും നാളും ഒഴുകിയിട്ടും അതിനകത്ത് സാന്ദ്രതയ്ക്ക് യാതൊരു കുറവുമില്ല, അതിന് നിരപ്പിന് കുറവില്ല, ആ വെള്ളത്തിന് ഒരു ഭാവവ്യത്യാസം ഇതിന് വന്നിട്ടില്ല, അതിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ വരാൻ പോകുന്ന സഹസ്രാബ്ദത്തിൽ ഈ ആലയത്തിൽ പുറപ്പെടുന്ന നദി നിമിത്തം അതിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. അതിനകത്തുനിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതിനെ സന്തോഷിപ്പിച്ച ഒന്നിന് പദപ്രയോഗങ്ങൾ, ഇതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്നത് കൊണ്ട് എന്നെടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട്, ഇത് മറ്റെങ്ങൊന്ന് പുറപ്പെടുന്നതല്ല, ഇത് വിശുദ്ധ മന്ദിരത്തിൽ പുറപ്പെടുന്നത് കൊണ്ട് ഇത് ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന ജീവികളുണ്ടാകും. ആ വെള്ളം അനേകരെ ശുദ്ധമാക്കുന്നു. കൂടാതെ അനേക വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നു. മാസം തോറും പുതിയ ഫലങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുന്നു. അതിലെ ഫലം
തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കായും ഉപയോഗിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. നമുക്കതിന് 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നത് കൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അവിടെ വാക്കിയത് ഈ നദി ചെന്ന് ചേർന്നിട്ട് സകലവും ജീവിക്കും, വളരെ മത്സ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ നില ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ നദി, ആ നദി ചെല്ലുന്നിടത്തൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ആ നദിയുടെ ഒരു അനുഭവം എൻ്റെ ചർച്ചിലേക്കൊന്ന് ഒഴുക്കണമേ, എന്നിലേക്കൊന്ന് ഒഴുകണമേ, ഇല്ലെങ്കിൽ ആ സമൂഹത്തിലേക്കൊന്ന് ഒഴുകണമേ, ഇരുട്ടിൽ കിടക്കുന്ന ആ ജനത്തിനിടയിലേക്ക് ആ നദി ഒന്ന് ഒഴുകണമേ എന്ന് നാം ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ ആ നദി പല ഭാഗങ്ങളിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. നമ്മൾ ശപിക്കപ്പെട്ടതെന്നും അഴുക്കെന്നും മലിനമെന്നും ഒക്കെ പറയപ്പെടുന്ന പലത് ശുദ്ധീകരിക്കപ്പെടുവാൻ തുടങ്ങും. അനേകർക്ക് ഒരു പ്രയോജനമുള്ളതായി അത് മാറ്റപ്പെടുന്നുണ്ട്. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് 11-ാമത്തെ വാക്യത്തിൽ, ചേറ്റുകണ്ടകളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ നിലയിൽ മാറ്റങ്ങൾ സംഭവിച്ചാലും അതിലെ പഴയ ചില സ്വഭാവങ്ങൾ, സവിശേഷതകളുള്ള അതങ്ങനെ തന്നെ ചില ഭാഗങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതിക്ക് വേണ്ടിയായിരിക്കാം ആ ഒരു ഭാഗത്തെ മാറ്റം വരുത്താതെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. കാരണം അതിൽ നിന്നും ഉപയോഗപ്രദമാകുന്ന ധാതുക്കൾ അതിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ യഹോവ ദൈവം അത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുത, ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികളുണ്ട്. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇതുപോലെ അനുഭവമുള്ള ഒരു നദിയെക്കുറിച്ച് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇവിടെയും ഒരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്തും നമ്മൾ വായിച്ചു വരുമ്പോൾ ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതൊന്ന് ഫലം കൊടുക്കുന്നു. അതിലെ ഇല ജാതികളുടെ രോഗത്തിന് ശമിക്കുന്നു. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നദിയെക്കുറിച്ചാണോ യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് വരും. എന്നാൽ നമ്മൾ നന്നായി പഠിക്കുമ്പോൾ ഇത് രണ്ടും രണ്ടാണ്. യെഹെസ്കേൽ പ്രവചനത്തിൽ കണ്ടത് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 1. 2,
അത് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും ആരംഭിക്കുന്ന ഒരു നദിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന നദി ആലയത്തിന് ഉമ്മരപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന നദിയല്ല. ഇവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ 22-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷമുള്ളതാണ് പറയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും രണ്ടായിട്ടാണ് ആ വേദപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. രണ്ടിനും സാമ്യമുണ്ട്, എന്നാൽ രണ്ടും ഒഴുകുന്നത് രണ്ട് ഉത്ഭവസ്ഥാനത്തു നിന്നാണ്. യെഹെസ്കേൽ കണ്ടത് ആലയത്തിന് ഉമ്മരപ്പടിയിൽ നിന്നും ആരംഭിക്കുന്നു, മറ്റേത് ദൈവസിംഹാസനത്തിന് നിന്നും ഒഴുകുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടായിട്ടാണ് ആളുകൾ ഇതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത്. അടുത്ത ഭാഗത്തേക്ക് പോകാൻ എൻ്റെ സമയമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം വരും മറ്റൊരു ടോപ്പിക്കാണ്. അത് ഇസ്രായേൽ ജനത്തിന് വീതം വെച്ച് കൊടുക്കുന്ന അളവിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് അടുത്ത്. ഈ ടോപ്പിക്കിന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ്. ഞാൻ മുമ്പേ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, നമ്മുടെ ആത്മീയമാകുന്ന നിലവാരത്തിൻ്റെ ആഴം ഒന്ന് വർദ്ധിക്കണം. നമ്മൾ സാധാരണമാകുന്ന ക്രിസ്തീയ ജീവിതമല്ല. നമ്മളിന്ന് ചർച്ചിൽ പോകുന്നു, അവിടുത്തെ കൊടുക്കേണ്ടത് കൊടുക്കുന്നു, നമ്മളെല്ലാവരോടും സന്തോഷം ഇടപെടുന്നു, ഇതൊക്കെ നല്ലതാ. അതിൻ്റെ അപ്പുറത്തായി ദൈവത്തെ പറഞ്ഞ കർത്താവേ, എനിക്ക് ആത്മീകമായി അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ഇത് കൊണ്ടുപോകണം, എനിക്കതൊന്ന് അനുഭവിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ഈ രാത്രി തയ്യാറാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോഴും അവനതിൻ്റെ ആത്മവ്യവശതയിലേക്ക് പോയി എന്നാണ് വായിക്കുന്നത്. ആ ദൈവസാന്നിധ്യത്തിലൂടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. അപ്പോൾ അവൻ സ്വർഗീയ ദർശനങ്ങൾ അവൻ കാണുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു അവിടുത്തെ കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് അങ്ങനെ ചില അനുഭവങ്ങളുള്ള വ്യക്തികളായി ഈ കാലഘട്ടത്തിൽ നമുക്ക് മാറാം. വെറും കൊട്ടവും കുരവകൾ കൊണ്ടും ഉപരിവിപ്ലവങ്ങൾ കൊണ്ടും മനുഷ്യനെ ഇളക്കി മറിച്ച് ഇതാണ് ആത്മീയമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് യഥാർത്ഥമായി ദൈവത്തോട് ചേർന്ന് നിന്ന് ആ നല്ലൊരു ആത്മീയ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് അതിൻ്റെ അനുഭവങ്ങൾ അനുഭവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അതിന് ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമേറിയ രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കൂടിയ നിമിഷം സാധ്യമതി ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രി പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവനും വായിക്കുവാനും അവിടുത്തെ മക്കളെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. വിവിധ ഇടങ്ങളിൽ ഇത്രയും ജനത്തെ കർത്താവിന്റെ വചനം പഠിക്കാൻ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, അവരുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊതുവിൽ പറഞ്ഞില്ലെങ്കിലും എന്തെല്ലാം പ്രാർത്ഥനാ വിഷയമുണ്ടോ ദൈവയുടെ വിഷയത്തിലൊക്കെ ദൈവം മറുപടി നൽകണമെന്ന് അവിടുത്തെയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വന്നിരിക്കുന്നവർ തന്നെ രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടി ദൈവ വ്യക്തികളെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം ഭാരങ്ങളിൽ കടന്നു പോകുന്നുണ്ടോ അതിനെല്ലാം ദൈവം പൂർണ്ണമാകുന്ന സൗഖ്യം ബലവും ദൈവം കൽപ്പിക്കണം അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യാൻ ശക്തനാകാൻ സ്തോത്രം. ആ നദിയുടെ അനുഭവം ഞങ്ങൾക്കുണ്ടാക്കുവാൻ, ആഴത്തുള്ള ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചെടുത്ത് മുന്നേറുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം. ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. നന്മകളാൽ നിറച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതേ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ദൈവം അടുത്ത ആഴ്ച കേൾക്കാം. അതുവരെ ദൈവം നമ്മളെല്ലാവരെയും അവിടെ ഭദ്രമായി പരിപാലിക്കുമാറാകട്ടെ.